ആത്മീയ ഭോജ്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വിചിന്തനം നാം തുടരുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവരെ പരസ്പരം ബന്ധിക്കുന്ന ഒരു സ്വർഗീയ ശക്തിയാണ്. രണ്ട് സ്ഥലങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പരിശുദ്ധാത്മാവ് അവർക്ക് തമ്മിൽ ഒരു ആത്മീയ ബന്ധം കൊണ്ടുവരും. ഒരാളുടെ കാര്യം മറ്റേ ആളിലൂടെ ദൈവം നടത്തുന്നത് കാണാൻ പറ്റും. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. രണ്ട് കുടുംബങ്ങൾ, ഒരു കുടുംബം അമേരിക്കയിൽ, മറ്റൊരു കുടുംബം ഇടുക്കി ഭാഗത്ത്, ദൂരമുണ്ട്. അതിന് ഈ രണ്ട് കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് ബന്ധിച്ചു എന്നുള്ളത് ഒരു സംഭവം വെളിവാക്കുന്ന കാര്യമാണ്. അമേരിക്കയിലെ കുടുംബം ധനിക കുടുംബം, ഇടുക്കിയിലെ കുടുംബം നിർധന കുടുംബം. അവർക്ക് വലിയ കാശൊന്നുമില്ല. ഇനി ഇവർക്ക് 4 മക്കളുണ്ട്. ആ മക്കളെ പഠിപ്പിക്കാൻ അവർ കഷ്ടപ്പെടുകയായിരുന്നു. ഇതേക്കുറിച്ച് മനസ്സിലാക്കിയ അമേരിക്കയിലെ കുടുംബം അവരൊരു നല്ല കാര്യത്തിന് മുമ്പോട്ട് വന്നു. ഈ ദരിദ്ര കുടുംബത്തിലെ ഒരു കുഞ്ഞിനെ വിദ്യാഭ്യാസത്തിൽ സഹായിക്കാൻ, അതിലൊരു കൊച്ചിനെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാൻ അവർ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചു. ഇനി അതനുസരിച്ച് വേറൊരാൾ പറഞ്ഞു കേട്ട് അങ്ങനെ ഒരു ബന്ധം വന്നതാണ്. ഈ കുടുംബത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടിയതാണ്. അവസാനം അവർ ഒരുപാട് പണം ഈ കൊച്ചിന് വേണ്ടി, പഠനത്തിന് വേണ്ടി അവർ ചിലവഴിച്ചു. പക്ഷെ അവർക്ക് അതിനേക്കാൾ വലിയ ഒരു നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഈ അമേരിക്കയിലുള്ള കുടുംബത്തിലെ ഒരു കൊച്ച്, അവർ ഇന്ത്യയിലൊരു സ്ഥലത്ത് ഒരു അറിയപ്പെടുന്നൊരു ഹോസ്പിറ്റൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് ഒരിക്കൽ ഈ ഇടുക്കിയിലുള്ള കുടുംബത്തിൻ്റെ കുടുംബനാഥ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ശക്തമായൊരു പ്രേരണ മറ്റേ ആ അമേരിക്കയ്ക്ക് ഒന്ന് വിളിച്ചിട്ട് അവരുടെ മകളുടെ കാര്യം ഒന്ന് അന്വേഷിക്കുക. അതുകൊണ്ട് അവരങ്ങോട്ട് വിളിച്ചു. സാധാരണ മിസ് കോൾ വിടാറാണ്, പക്ഷേ തിരിച്ചിങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞു. വേണ്ട, എനിക്കിങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയത് കൊണ്ട് ഞാൻ അങ്ങനെ വിളിച്ചതേ ഉള്ളൂ, നിങ്ങൾ മോളെ ഒന്ന് വിളിക്കുക. അവർ മോളെ വിളിച്ചു. അവൾ ഫോൺ എടുക്കുന്നില്ല. അവളുടെ കോൺടാക്റ്റ് പേഴ്സണെ വിളിച്ചു. അവരോട് പറഞ്ഞു, ചെന്ന് ഇവളെ ഒന്ന് നോക്കണം കേട്ടോ. അവർ ചെന്നപ്പോൾ അവർ കണ്ടത് ഇവൾ ബാത്റൂമിൽ വീണ് കിടപ്പുണ്ട്, ബ്ലീഡ് ചെയ്ത്. പെട്ടെന്ന് അവളെ ആശുപത്രിയിലേക്ക് റഷ് ചെയ്തു. ഡോക്ടർമാർ അവളെ പരിചരിച്ച് ഡോക്ടർമാർ സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു 10-15 മിനിറ്റ് ലേറ്റായെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാതെ പോയത്. ഈ കാര്യം പറഞ്ഞിട്ട് ആ അമേരിക്കയിലുള്ള കുടുംബം അവർ സൂചിപ്പിച്ച ഒരു കാര്യം, പക്ഷെ ഞങ്ങൾ ഏതാനും ലക്ഷങ്ങൾ അവർക്ക് വിദ്യാഭ്യാസ സഹായം കൊടുത്തെങ്കിലും ഞങ്ങൾക്ക് ആ കുടുംബത്തിലൂടെ കിട്ടിയത് ചെറിയ കാര്യമല്ലോ ആണോ? ഞങ്ങളുടെ മകളുടെ ജീവൻ, അതാണ് ഞങ്ങൾക്ക് ദൈവം തന്നത്. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മുമ്പോട്ട് വന്നപ്പോൾ എനിക്ക് 2 കുടുംബങ്ങൾ, 2 സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ച കുടുംബങ്ങൾ, അവരെ ദൈവം ബന്ധിച്ചപ്പോൾ ഈ 2 കുടുംബങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള നേട്ടമുണ്ടായി. ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇതുപോലെ ദൈവം പ്രവർത്തിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് നമ്മൾ ആളുകളുടെ കാല് പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സഹായം എരന്നു പോകേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ദൈവം അതിന് അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പഠിച്ചാൽ മതി. നമുക്ക് വേണ്ടതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു തരും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നതിന് സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വചനം പഠിപ്പിക്കുന്നതല്ലേ, പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയില്ലെങ്കിലും പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഈ സഹായം തേടിയാൽ മതി. പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാൻ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടണം. പ്രാർത്ഥനയിൽ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ലേ, വർഷങ്ങളായിട്ട് ഏതാണ്ട് ഒരേ ലെവലിലുള്ള പ്രാർത്ഥന, പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടുമ്പോൾ ഒരു പുതിയ പന്തക്കുസ്ത നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് ഉയരാൻ പറ്റും, വളരാൻ പറ്റും. അടുത്ത ലെവലിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് ഉയർത്താൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമതായി നമ്മളൊരു 2 അധ്യായങ്ങൾ എടുക്കുകയാണെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായവും 10-ാം അധ്യായവും, അവിടെ നമ്മൾ കാണുന്നത് 2 സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചവരെ ദൈവം ആത്മാവിലൂടെ ബന്ധിക്കുന്ന രംഗമാണ്. 2 കൂട്ടർക്കും അതിൻ്റേതായിട്ടുള്ള നന്മ വന്നു. 2 സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചവർ, അപ്പസ്തോല പ്രവർത്തനം 9-ൽ നമ്മൾ കാണുന്നത് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ച സൗൾ, അവന് കണ്ണിന് കാഴ്ചയില്ല, അവനെ കയ്യെ പിടിച്ചുകൊണ്ട് ഇരുത്തിയതാണ്, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇനി അങ്ങനെ വേറൊന്നും ചിന്തിക്കാതെ കണ്ട് പ്രാർത്ഥനയിൽ മുഴുകിയപ്പോൾ ദൈവദൂതൻ വന്നിട്ട് പറയാണ്, സൗൾ, അനനിയാസ് എന്നു പേരുള്ള ഒരാൾ നിൻ്റെ അടുക്കൽ വരും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അപ്പോൾ നിനക്ക് കാഴ്ച ലഭിക്കും. പിന്നെ അനനിയാസ് മറ്റൊരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവൻ്റെ അടുത്തേക്കും ദൈവദൂതൻ വരികയാണ്. ദൈവദൂതൻ ഒരു സന്ദേശം കൊടുക്കുകയാണ്, അനനിയാസ്, സൗൾ എന്നു പേരുള്ള ഒരാൾ പ്രാർത്ഥിച്ചിരിക്കുന്നു, നീ പോകണം താർസൂസുകാരനായ അവൻ്റെ പക്കലേക്ക്, നീ അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന് കാഴ്ച ലഭിക്കും എന്നുള്ള പ്രത്യാശയോടെ അവനോട് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പേര് കേട്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ദൈവം കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അനനിയാസ് പോകുന്നു. പറഞ്ഞതുപോലെ കാര്യം സംഭവിക്കുന്നു.
രണ്ടുപേരും രണ്ട് സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചതല്ലേ? ദൈവം അവരെ ബന്ധിച്ചപ്പോൾ രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണമുണ്ടായി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴോ ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നല്ല ദാനധർമ്മങ്ങളും ദൈവവിചാരവും ഒക്കെ ഉണ്ടായിരുന്ന കൊർന്നേലിയൂസിന് ദൈവം ഒരു സന്ദേശം കൊടുക്കുകയാണ്. നീ പോണം, കടൽ തീരത്ത് ശിമയോൻ എന്നു പേരുള്ള ഒരുവൻ്റെ വീട്ടിൽ താമസിക്കുന്ന പത്രോസ് എന്നു പേരുള്ള ഒരാളുണ്ട്. നീ പോയിട്ട് അവനെ ആളയച്ച് നിന്റെ ഭവനത്തിലേക്ക് വരുത്തുക. നീ പത്രോസിൻ്റെ അടുത്ത് ദൈവദൂതൻ വന്നിട്ട് പറയാണ്, രണ്ടുപേരും നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും, പേടിക്കൊന്നും വേണ്ട, അവരുടെ കൂടെ പൊക്കോ, അത് ദൈവഹിതമാണ്, നീ അവരുടെ കൂടെ പോയിക്കൊള്ളുക. പത്രോസ് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയത് കൊണ്ട് ധൈര്യമായിട്ട് കൊർന്നേലിയൂസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന കാണാൻ പറ്റും. ഇവർ രണ്ട് സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചവരല്ലേ. അവർ ദൈവം ബന്ധിച്ചപ്പോൾ അവർക്ക് പിന്നെ അവിടെ ഒരാശങ്ക, ഭയം, നഷ്ടം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഒന്നുമില്ല. നമുക്കൊരു കാര്യം നടക്കണോ, ഏറ്റവും പ്രധാനപ്പെട്ടത് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ കർത്താവ് ക്രമീകരിച്ച് തരും. അതാണ് ഈ 2 അധ്യായങ്ങൾ നൽകുന്ന ആ വലിയ സന്ദേശം. മൂന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. പണ്ടെങ്ങാണ്ട് തുടങ്ങിയതുപോലെ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഇനിയും അങ്ങനെ തന്നെ അങ്ങ് പോയാൽ പോരാ. പ്രാർത്ഥനയിൽ നമ്മൾ വളരണം, പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. യോഹന്നാൻ 14:26 പറഞ്ഞിരിക്കുന്നത് ആരാ പഠിപ്പിക്കുക? സത്യാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, പ്രാർത്ഥിക്കാൻ സഹായിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നപരിഹാരം ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ചോദിച്ചത് അതുപോലെ കിട്ടുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള ഒരു കൃപ കർത്താവ് തരുന്നതായിരിക്കാം ആ പ്രാർത്ഥനയുടെ സൽഫലം. 2 കൊരിന്തോസ് 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ വായിക്കുമ്പോൾ അവിടെ പൗലോസിന് കിട്ടിയ ഒരു നിർദ്ദേശം, നിനക്കെൻ്റെ കൃപ മതി, ചോദിച്ചത് കിട്ടിയില്ലെങ്കിലും കൃപ കിട്ടി, അവൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അവസാനമായിട്ട് പ്രാർത്ഥനയുടെ സൽഫലം വളരെ വലുതാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ തന്നെ വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറഞ്ഞത്, പ്രാർത്ഥന ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഒരു കലവറയാണ്. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കും, ദുഷ്കരമായ കാര്യങ്ങൾ എളുപ്പമാക്കും, അതുപോലെ തന്നെ നാം പാപത്തിൽ വീഴുന്നത് അസാധ്യമാക്കും. ഇതെല്ലാം പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നമ്മെ സുഖപ്പെടുത്താൻ ശക്തിയുള്ള ഏറ്റവും വലിയ ഔഷധം പ്രാർത്ഥനയാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള ഏറ്റവും വലിയ ശക്തി പ്രാർത്ഥനയാണ്. നമുക്കൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പഠിച്ച് ആ പ്രാർത്ഥനയിൽ നമ്മൾ വളരുന്നത് എത്രയോ നല്ലൊരു കാര്യമാണ്. അവർ അനുഗ്രഹം കിട്ടുവാൻ നമുക്ക് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേരാം. ഒരു പുതിയ പെന്തക്കോസ്ത അഭിഷേകം ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പെന്തക്കോസ്ത തിരുനാളിനോട് അടുത്തു വരുന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിനായി ഒരുക്കണമേ. അഭിഷേകത്തിന് തടസ്സമാകാവുന്ന സകല കാര്യങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും വിശ്വാസത്തോടും ദാഹത്തോടും കൂടെ പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വാഗ്ദാനം ഞങ്ങളിൽ നിറവേറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഇറങ്ങി പ്രവർത്തിച്ച് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് സാധിച്ചു തരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.